ഹലോ. അങ്ങനെ സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞു, കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ്. അദ്വിക്കിനി തേർഡ് സ്റ്റാൻഡേർഡിലാണ്, CBSE സ്കൂളിലാണ് പഠിക്കണത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇവരുടെ ടെക്സ്റ്റ് ബുക്സ് ആണ് ഏതൊക്കെ സബ്ജക്റ്റ് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത്. എല്ലാ CBSE സ്കൂളിലും ഇത് തന്നെയാണോ, ഈ സബ്ജക്ട്സ് തന്നെയാണോ ഫോളോ ചെയ്യണമെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. ഇതേ ടെക്സ്റ്റ് ബുക്സ് ആണോ എന്നൊന്നും അറിയില്ല. NCERT ടെക്സ്റ്റ് ആണ് ഇവരുടേത്. നമ്മളെടുത്ത സ്കൂളിൽ നിന്ന് HNCയിൽ പോയിട്ട് കളക്ട് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് ഉള്ളത്. അപ്പം നമ്മൾ HNCയിൽ പോയിട്ട് തേർഡ് സ്റ്റാൻഡേർഡിൻ്റെ ബുക്സ് പറയുമ്പോൾ അവർ നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്സും പ്ലസ് അവരുടെ ഈ ഒരു അക്കാഡമിക്കിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നോട്ട് ബുക്സും അത് കവർ ചെയ്യാനായിട്ടുള്ള പേപ്പർ, അവർക്ക് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം കൂടെ ഒരു കിറ്റായിട്ട് അങ്ങനെ ആണ് നമുക്ക് തരിക. അതിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ നമ്മളിപ്പോൾ നോട്ട് ബുക്സ് പുറത്തുനിന്ന് മേടിക്കുകയാണ്, അത് വേണ്ട എന്നൊക്കെയാണെങ്കിൽ നമുക്ക് അതങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട്. ടെക്സ്റ്റ് ബുക്സ് എല്ലാം നമുക്ക് HNCയിൽ നിന്ന് മാത്രമേ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണ് നമുക്ക് സ്കൂളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ. ഫസ്റ്റ് നമുക്ക് സാൻറ്റോ പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക്, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ് ഫസ്റ്റ് വന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്, എപ്പിക് ഇംഗ്ലീഷ് ഗ്രാമർ പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റും കൂടെ ഇംഗ്ലീഷിൻ്റെ ഉണ്ട്. ദെൻ മാത്സ് ആണ്, മാത്സ് മേല വർക്ക് ബുക്ക് ഒന്നുണ്ട്. പിന്നെ മാത്സ് മേല ഒരു ടെക്സ്റ്റ് ബുക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ജനറൽ നോളേജ് ആണ്, GKയുടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഉള്ളത്. ഇത് മറ്റതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ച് തിന്നായിട്ടുള്ളൊരു ബുക്ക്. ഇതുവരെ കണ്ട മാത്സും ഇംഗ്ലീഷും ഒക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബുക്ക് തന്നെയാണ്. പിന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഐ ക്യാൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്. ഇതും കമ്പാരിറ്റീവ്ലി ഇതും തിന്നാണ്. കുറേ വർക്ക്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. അത്യാവശ്യം നല്ലോണമൊക്കെ ഉണ്ട് കേട്ടോ, നല്ലോണം കണ്ടൻറ്റ് ഉള്ളതാണ്. പിന്നെ ഹിന്ദി ഉണ്ട്, മധുശ്രീ എന്നാണ് ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. മധുശ്രീ കഴിഞ്ഞ വർഷത്തെ ബുക്കിനെ വെച്ച് നോക്കുമ്പം ഇത് കുറച്ച് തിക്കാണ്. കഴിഞ്ഞ വർഷം ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, എന്നാൽ അത്യാവശ്യം കണ്ടൻറ്റ്സൊക്കെ ഉണ്ട്. ഇത്തവണയാണ് കുറച്ചും കൂടെ വലിയ ബുക്കായിട്ടുള്ളത്. പിന്നെ ലിവിങ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ലാസ്റ്റ് ഇയർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്നോ കമ്പ്യൂട്ടർ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ഇവർക്ക് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പറയുമ്പോൾ ബേസിക്സ് ടേംസ് അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു ഓറൽ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഇവർക്ക്, അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ആണ് എഴുതാനും അതിൻ്റെ പ്രാക്ടിക്കലും ഒക്കെ ആയിട്ട് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ റീഡ് ദ വേൾഡ്, റീഡിങ് ആൻഡ് ക്രിട്ടിക്കൽ ലിറ്ററസി പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്. പിന്നെ അവർ വണ്ടറസ് വേൾഡ് ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. ദ വേൾഡ് അറൗണ്ട് അസ് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല പേജൊക്കെ ഉള്ള കുറച്ച് തിക്കായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് HNCയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇത്രയും ടെക്സ്റ്റ് ബുക്സാണ്. ഓക്കെ, 10 ടെക്സ്റ്റ് ബുക്സാണ് തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. NCERT ആണ് ടെക്സ്റ്റ്. ഇനി ഇത് കൂടാണ്ട് 1-2 സബ്ജക്റ്റും കൂടെ ഉണ്ട്, 1-2 ബുക്സും കൂടെ കിട്ടാനുണ്ട്. അത് സ്കൂളിൽ നിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. മലയാളമൊക്കെ ഇവർക്ക് മലയാളം ഉണ്ട്, കമ്പൽസറി ആണല്ലോ മലയാളം പഠിക്കുക എന്നുള്ളത്. അപ്പം മലയാളം ടെക്സ്റ്റ് ബുക്കും സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത്രയും ബുക്സാണ് നമ്മൾ HNCയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്, ഇത്രയും ടെക്സ്റ്റ് ബുക്സ് കേട്ടോ, തേർഡ് സ്റ്റാൻഡേർഡ് CBSE. ഇനി നോട്ട് ബുക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് നമുക്ക് നോട്ട് ബുക്സിൻ്റെ എണ്ണം എത്ര എണ്ണമാണ്, ഏതൊക്കെ ബുക്സാണ്, അത് സിംഗിൾ ലൈൻ, പിന്നെ ചെക്ക് ബുക്ക് മാത്സിൻ്റെ ബുക്ക് ഉണ്ട്, പിന്നെ എന്താണ് 200 പേജിൻ്റെ 100 പേജിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാശിക്കുട്ടൻ, ഞങ്ങൾ ബുക്സൊക്കെ ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് കാശിക്കുട്ടൻ വന്ന് കുറച്ചൊന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് ചേട്ടനും അനിയനും ഇവിടെ നിന്ന് എണീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നോട്ട് ബുക്സ് എങ്ങനെയാണെങ്കിലും നമുക്ക് ടീച്ചർ അത് ഗ്രൂപ്പിൽ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ, എത്ര ബുക്കുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ പേജസ് ബുക്കാണ് വേണ്ടത് എന്നുള്ളത്, പിന്നെ ചെക്ക് ബുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ അയക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഓപ്ഷനാണ്, നമുക്ക് ഒന്നല്ലെങ്കിൽ HNCയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും മേടിക്കാം. അപ്പം ഞാൻ ഇത്തവണ സാധാരണ ഞാൻ HNCയിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്യാറ്, ടെക്സ്റ്റിൻ്റെ ഒപ്പം തന്നെയാണ് മേടിക്കാറ്. പക്ഷേ ഇത്തവണ നമ്മൾ എജ്യുമാർട്ടിൽ പോയിട്ടാണ്, കാരണം കുറച്ചധികം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു.
അറിയാലോ, ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പം ഒരു മാസം മുമ്പേ നമ്മൾ പർച്ചേസൊക്കെ തുടങ്ങും, ഓഫർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ പോയിട്ട് കുറേ സാധനങ്ങൾ, സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബുക്സൊക്കെ അവിടെ നിന്ന് എജുമാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പെൻസിൽ ബോക്സും അങ്ങനെ എല്ലാം അവിടെ നിന്ന് മേടിച്ചു. അപ്പോൾ നോട്ട്ബുക്സും ഒക്കെ മേടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടേമിനായിട്ടാണ് ബുക്സൊക്കെ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ, അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന, മിസ്സ് പറയുന്ന ഡേയിൽ നമ്മൾ ബുക്സ് എല്ലാം സ്കൂളിലേക്ക് കൊടുത്തയക്കും. പിന്നെ എല്ലാ ബുക്സും വീട്ടിലേക്ക് തിരിച്ച് കൊടുത്തയക്കാറില്ല. 2nd സ്റ്റാൻഡേർഡ് വരെ അങ്ങനെയായിരുന്നു. 3rd സ്റ്റാൻഡേർഡ് ഇനിയിപ്പോൾ എങ്ങനെയാവും അറിയില്ല. അവിടെയാണ് നോട്ട്ബുക്കൊക്കെ അവിടെ തന്നെയാണ് വെക്കാറ്. ടെക്സ്റ്റും അവിടെ തന്നെ. കുറച്ച് കട്ടിയുള്ള ബുക്കൊക്കെ ആകുമ്പോൾ അവർക്ക് എന്നും കൊണ്ട് നടക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് സ്കൂളിൽ തന്നെ അവിടെ കളക്ട് ചെയ്ത് വെക്കാറ്. അവിടെ എക്സസൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിൽ വന്നിട്ട് ചെയ്യേണ്ട ഹോംവർക്ക്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബുക്സൊക്കെ കൊടുത്തയക്കുള്ളൂ. പിന്നെ എക്സാം ടൈമിലൊക്കെ ആകുമ്പോഴേക്കും, പിന്നെ ടേം എൻഡൊക്കെ ആകുമ്പോൾ അത് കൊടുത്തയക്കും. അങ്ങനെയാണ് പതിവ്. അതിൻ്റെ കുറച്ചൊക്കെ നമുക്ക് റിലാക്സ് ആണ് അല്ലേ. സ്കൂളിൽ നിന്ന് തന്നെ കുറേയേറെ പഠിച്ചൊക്കെ കഴിയും. ഒരുപാടൊന്നും നമുക്ക് വീട്ടിൽ വന്ന് പഠിപ്പിക്കേണ്ട അങ്ങനെ ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇവർക്ക് ഡ്രോയിങ് ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. 2 ഡ്രോയിങ് ബുക്കൊക്കെ ഉണ്ട്. ഒന്ന് ക്ലാസ്സിൽ മിസ് ഫ്രീ പീരീഡ് വരുമ്പോൾ വരയ്ക്കാനും, പിന്നെ ഒരെണ്ണം ഡ്രോയിങ് പീരീഡിൽ വരയ്ക്കാനും. അപ്പോൾ ഡ്രോയിങ് പീരീഡ് ഉണ്ട് ഇവർക്ക്. ആ ഡ്രോയിങ് പീരീഡിൽ വരയ്ക്കാനായിട്ട് ഒരു ബുക്കുണ്ട്. പിന്നെ എന്തെങ്കിലും ചെറിയ സമയമൊക്കെ അവർക്ക് കിട്ടുകയാണ്. ഫ്രീ പീരീഡ് കിട്ടൽ കുറച്ച് കുറവാണ്, എന്നാലും എന്തെങ്കിലും അങ്ങനെ ഫ്രീ ടൈം അവർക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് എൻഗേജ് ചെയ്യാനൊക്കെ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിന് ആർട്ട് എന്തെങ്കിലും, ചിലപ്പോൾ ക്രാഫ്റ്റ് മേക്കിംഗ് എന്തെങ്കിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്രോയിങ് ഒക്കെ ഇരുന്ന് വരച്ചോളാനൊക്കെ പറയും ചിലപ്പം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ബുക്സ് ഉണ്ട്. പിന്നെ ഓയിൽ പെൻസിൽസ് ഉണ്ട്. ഇതെല്ലാം അവർക്ക് സിലബസിലുള്ളത് തന്നെയാണ്. പിന്നെ സ്കൂളിൽ നിന്ന് ഇനി കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കിറ്റ്, ക്രാഫ്റ്റിൻ്റെ ഒരു കിറ്റ്, ചിലപ്പോൾ കുറച്ച് ബുക്സ്, അതിൽ പിന്നെ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വരയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ ആക്ടിവിറ്റീസ് ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ള ഒരു കിറ്റ് ഉണ്ട്. അത് സ്കൂളിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യാറ്. ഇനിയിപ്പോൾ 3rd സ്റ്റാൻഡേർഡിൽ അത് ഉണ്ടോ എന്ന് അറിയാൻ അവർക്ക് ഉണ്ടായിരുന്നു. 3rd സ്റ്റാൻഡേർഡിൽ ഉണ്ടോ അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ സ്കൂൾ വിശേഷങ്ങൾ. ഞങ്ങളുടെ എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നോട്ട്ബുക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്സും കൂടെ കവർ ചെയ്യാനിരിക്കാൻ പോവുകയാണ്. ബാഗ് ആയിട്ടുണ്ട്, കുടയായിട്ടുണ്ട്, ലഞ്ച് ബോക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഡേ ഉച്ചവരെ ഉള്ളൂ ക്ലാസ്. ഉച്ചയ്ക്ക് ശേഷം അതായത് 12:30 വരെ നമുക്ക് ക്ലാസ് ഉള്ളൂ. ബാഗ് ഇത് നല്ല ബാഗ്, കമലിയൻ്റെ സ്കൂൾ ബാഗാണ് കേട്ടോ. അഞ്ചിരിക്കല്. പിന്നെ ലഞ്ച് ബാഗ് ഉണ്ട്, ബോക്സ് ഉണ്ട്. ലഞ്ച് ബോക്സ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ ഡിസൈഡ് ചെയ്തു. ലഞ്ച് ബാഗ്, ഇത് ലഞ്ച് ബാഗാണ്. ഇത് ലഞ്ച് ബോക്സ്, പെൻസിൽ ബോക്സ്, തെറ്റി. ഇവർക്ക് സ്കൂളിൽ ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ്, പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് കൊടുത്തയക്കരുത്, യൂസ് ചെയ്യരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്റിക്സ് അങ്ങനെ ഒന്നും, ഇപ്പം പെൻസിൽ ബോക്സ് ആയാലും വാട്ടർ ബോട്ടിലായാലും എല്ലാം ഒന്നും അങ്ങനെ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ഉണ്ടാവും. പിന്നെ നെയിം സ്ലിപ്പ് ഉണ്ട്. നെയിം സ്ലിപ്പ് ഇപ്രാവശ്യം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നെയിം സ്ലിപ്പാണ്. ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ ഷിൻചാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കുറച്ച് ബുക്സും കൂടെ കിട്ടാനുണ്ട്. അത് സ്കൂളിൽ നിന്നാണ് കിട്ടുക. ഇനിയിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് അറിയുള്ളൂ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് മുമ്പേ എടുത്തത്. ഇനിയിപ്പോൾ ഈ ടെക്സ്റ്റൊക്കെ സ്കൂളിലായിരിക്കും. ഫസ്റ്റ് ഡേ എല്ലാ ടെക്സ്റ്റ് ബുക്സും കൊടുത്തയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കൊടുത്തയക്കും. സെക്കൻഡ് ഡേ എല്ലാ നോട്ട്ബുക്സും കൊടുത്തയക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ സ്കൂള് പോകാൻ തുടങ്ങുകയാണ്. 3ാം ക്ലാസ് 3rd സ്റ്റാൻഡേർഡ് തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ മക്കളും വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോവുകയാണ്. മഴ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കേട്ടോ, എല്ലായിടത്തും അല്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, സേഫായിട്ട് സ്കൂളിൽ പോവുക, നല്ല മക്കളായിട്ട് അസലായിട്ട് പഠിക്കുക. ഓക്കെ, മിടുക്കന്മാരും മിടുക്കി കുട്ടികളും ഒക്കെ ആവുക എല്ലാവരും കേട്ടോ.
അപ്പോൾ ശരി, അത്രയുള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച്.